കൊട്ടാരക്കരയിലെ ഉത്രാടത്തിരക്ക്. ഓണത്തെ വരവേൽക്കാൻ നാട് ഒരുങ്ങി. ഓണമെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഉത്രാട ദിനത്തിൽ ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്കാണ് കൊട്ടാരക്കര. പുലർച്ചെ മുതൽ തന്നെ നഗരത്തിലേക്ക് ആളുകളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ പൂക്കടകളിലും പച്ചക്കറി ചന്തകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണപ്പൂക്കളം ഒരുക്കാനുള്ള പൂക്കൾ വാങ്ങുന്നതിനായി കുടുംബങ്ങളടക്കം നിരവധി പേരാണ് പൂക്കടകളിലേക്ക് എത്തുന്നത്. വിവിധ നിറങ്ങളിലും ഇനങ്ങളിലുമുള്ള പൂക്കൾ നിരന്നതോടെ നഗരത്തിലെ പൂക്കടകൾ ഓണത്തിന്റെ വർണ്ണാഭമായ കാഴ്ചയായി മാറി. ഓണസദ്യക്കുള്ള പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും പഴവർഗ്ഗങ്ങളും മറ്റും അവശ്യ സാധനങ്ങളും വാങ്ങുന്നതിനായി ചന്തകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കേറെയാണ്. ഉത്രാട ദിനത്തിലെ അവസാനവട്ട ഓണ വാങ്ങലുകൾക്കായി നഗരത്തിലേക്ക് എത്തിയവരുടെ തിരക്ക് വ്യാപാര മേഖലയിലും വലിയ ഉണർവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം ജനത്തിരക്കിനൊപ്പം നഗരത്തിലെ പ്രധാന റോഡുകളിലും വാഹനത്തിരക്ക് വർദ്ധിച്ചു. പാർക്കിംഗ് സൗകര്യങ്ങൾ തേടിയും സാധനങ്ങൾ വാങ്ങിയും ആളുകൾ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നതിനാൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിലക്കയറ്റത്തിനിടയിലും ഓണാഘോഷത്തിന്റെ ആവേശത്തിന് കുറവില്ലെന്നതാണ് കൊട്ടാരക്കരയിലെ കാഴ്ചകൾ നൽകുന്ന സന്ദേശം. കുടുംബത്തോടൊപ്പം ആഘോഷത്തോടെ ഓണം ആഘോഷിക്കുവാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഓരോരുത്തരും. പൂക്കളുടെ സുഗന്ധവും കച്ചവടത്തിന്റെ തിരക്കുമെല്ലാം ചേർന്ന് കൊട്ടാരക്കര നഗരത്തിന് ഉത്രാടത്തിന്റെ ആഘോഷഛായ പകർന്നിരിക്കുകയാണ്. നാളെ തിരുവോണത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണം കാത്തിരിക്കുകയാണ് കൊട്ടാരക്കര. ഉത്രാട ദിനത്തിലെ കൊട്ടാരക്കരയുടെ തിരക്കേറിയ കാഴ്ചകളിലേക്ക് നാടോടി വാർത്തയുടെ റിപ്പോർട്ട്. നാളെ തിരുവോണമല്ലയോ? എങ്ങനെയുണ്ട് ഓണം വിപണി ഈ വർഷത്തെ? നല്ല കച്ചവടമുണ്ട്. ഹാപ്പിയാണ്. നല്ല 10 ദിവസമായിട്ട് ഒരേപോലുള്ള സെയിലാണോ അതോ ഇന്നത്തെ ദിവസം? ഇന്നാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരുവോണ ദിവസമാണ് അത്തപ്പൂ ഇടുന്നത്. ഓക്കെ. നമുക്ക് എവിടെ നിന്നൊക്കെ ഇപ്പം പൂ വരുന്നത്? നമുക്ക് കേരളത്തിൽ ഇപ്പം കൂടുതലും ഈ ചെണ്ടുമല്ലിയുടെ കൃഷി കൂടുതൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. വരുന്നത് കിട്ടത്തില്ല. നമുക്കിത് എവിടുന്നാ വരുന്നത്? ഹുസൂർ. ഓക്കെ. അല്ല, നമുക്ക് ഒന്നുമില്ല. നമുക്ക് മുതലാവുന്ന രീതിയിൽ രണ്ടിടം അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ട് കൃഷിയായിട്ട്. നമുക്കിവിടെ എത്ര തരം കളറുകളുള്ള പൂക്കളാണ്? നമുക്ക് 7 ടൈപ്പ് ഉണ്ട്. നമുക്ക് എത്ര രൂപ പോലും കൊടുക്കാൻ പറ്റും പൂവ്? ഒരു അത്തപ്പൂ 200 രൂപ. റേറ്റ് തൂക്കമാണോ അതോ അല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കണോ? എല്ലാ കളറും. അപ്പൊ ചെറിയൊരു അത്തപ്പൂക്കള ഇടാനുള്ള സാധനങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. ഇടാം 200 രൂപയ്ക്ക്. നമുക്കിതൊന്ന് എത്ര മണി വരെ ഉണ്ട്? തീരുമ്പോ അടയ്ക്കുക. ഓണത്തിന് മാത്രം നമ്മള് അടച്ചിടുന്നു. നാളെ തിരുവോണം മുതൽ ഒരു 5 ദിവസത്തേക്ക് ശരി. അപ്പൊ നാളെ പൂ കിട്ടത്തില്ല. നാളെ നമ്മളതില്ല. ബാക്കി നമ്മള് 365 ദിവസത്തെയും 360 ദിവസം 24 സാധനം 2 ഷിഫ്റ്റ് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. ഇവർക്ക് എല്ലാവർക്കും നമ്മളെ കൂടെ നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എല്ലാ വർഷവും. ഈ വർഷം ഓണം അപ്പം നമ്മള് ലക്ഷ്മി തൂക്കി.